ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഭാമയുടെ അരികിലേക്ക് എത്തിയ ശാലിനിയോടും ശിവനോടും അവർ ചെയ്ത തെറ്റ് എന്താണെന്നും ഇത്രയും വലിയൊരു ചതി ഈ കുടുംബത്തോട് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നും ഇത് വലിയ ചതിയായി പോയെന്നുമൊക്കെ ഭാമ അവരുടെ നേരെ തട്ടിക്കയറുന്നു. എല്ലാം കേട്ടു നിൽക്കുന്ന ശാലിനിയും ശിവനും മറുപടി പറയാനാകാതെ വിഷമിച്ചു നിൽക്കുമ്പോൾ തന്റെ ഭാഗത്ത് നല്ല നിരപരാധിത്വം തെളിയിക്കാനായി ശാലിനി സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും സത്യഭാമ അവരുടെ സംസാരത്തെ തടയുകയും തൽക്കാലം തനിക്കൊന്നും കേൾക്കണ്ടായെന്നും എല്ലാം തനിക്ക് മനസ്സിലായെന്നും ഇനി ഒരു നിമിഷം പോലും ഇവിടെ ശിവൻ നിൽക്കാൻ പാടില്ല എന്നും ശിവന്റെ സേവനം മുഴുവൻ തനിക്ക് മതിയായി എന്നും പറഞ്ഞ് ശിവനെ അവിടുന്ന് പറഞ്ഞയക്കുന്നു. ശാലിനി ആകെ നിരാശയോടെ വീടിനകത്തേക്ക് കയറുമ്പോൾ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ തനിക്ക് സാധിക്കാത്തതിന്റെ നിരാശയായിരുന്നു ശാലിനിയുടെ മനസ്സിൽ. സത്യാമ്മയോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടും സത്യാമ്മ അതിന് വഴങ്ങാതെ ശാലിനി അവിടുന്ന് പറഞ്ഞു വിടുന്നു. ശാലിനി മുറിയിലേക്ക് എത്തിയതും ആകെ നിരാശയോടെ ഇരിക്കുമ്പോൾ കുട്ടികൾ അരികിലേക്ക് എത്തി കാര്യം അന്വേഷിക്കുമ്പോൾ ദേഷ്യത്തോടെ ശാലിനി കുട്ടികളോടും തട്ടിക്കയറണം. അതിനുശേഷമാണ് പിറ്റേന്ന് ജോലിക്ക് പോകാനായി ശാലിനി ഇറങ്ങുമ്പോൾ സത്യാമ്മ തന്നോട് പിണങ്ങിയിരിക്കുന്നതിന്റെ നിരാശ ശാലിനിയുടെ മനസ്സിലും അതോടൊപ്പം തന്നെ തന്നെയും ശിവനെയും തെറ്റിദ്ധരിച്ച സത്യാമ്മയുടെ ആ തെറ്റിദ്ധാരണ എങ്ങനെ മാറ്റുമെന്നോർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് ശാലിനി ഓഫീസിലേക്ക് പുറപ്പെട്ടു. ഈ സമയത്താണ് പണം പിരിക്കാനായി പോകേണ്ട സമയമായിട്ടും ശിവനെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ച് സത്യാമ്മയുടെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു കമലൻ. അവിടേക്ക് എത്തിയതോടെ ആശാൻ എവിടെയെന്ന് കമലൻ അന്വേഷിച്ചപ്പോഴേക്കും ഇനി മുതൽ ശിവന്റെ സേവനം തനിക്ക് ആവശ്യമില്ല എന്നും ശിവൻ ഇനി ഈ വീട്ടിൽ കാണുകയില്ലെന്നും ശിവൻ വലിയൊരു ചതിയാണ് തന്നോട് ചെയ്തതെന്നും ആ ചതിയിൽ നിനക്കും പങ്കുണ്ടോ എന്നുമൊക്കെ കമലിനോട് സത്യഭാമ ദേഷ്യപ്പെടുന്നു. എല്ലാം കേട്ടതിന് ശേഷം കമലൻ എന്ത് തെറ്റാണ് ആശാൻ ചെയ്തതെന്ന് അന്വേഷിച്ചപ്പോഴാണ് പിള്ള കാര്യങ്ങളൊക്കെ കമലിനോട് വെളിപ്പെടുത്തുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞതോടെ കമലൻ പറഞ്ഞു, പിള്ളച്ചേട്ടാ, ശരിക്കും അന്ന് സംഭവിച്ചത് അതൊന്നുമല്ല. അന്ന് ആശാന്റെയും എടുത്തിയമ്മയുടെയും കയ്യിൽ കിടന്ന മാല അത് ആശാന്റെ പെങ്ങൾ ചന്ദ്രയുടെ വിവാഹത്തിൻ്റെതായിരുന്നു. ചന്ദ്രയുടെയും പ്രകാശിന്റെയും വിവാഹമാണ് അന്ന് നടന്നിരുന്നത്. അവരുടെ വിവാഹത്തിന് ശേഷം അവരുടെ കയ്യിലിരുന്ന ആ മാലയും തിരിച്ച് ആശാനും ഏടത്തിയമ്മയും കയ്യിൽ പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് അവിടുത്തെ രജിസ്റ്റർ ബുക്കിൽ സൈൻ ചെയ്യുന്നതിന് വേണ്ടി. അല്ലാതെ ഒരിക്കലും ആശാന്റെയും എടുത്തമ്മയുടെയും വിവാഹം കഴിഞ്ഞിട്ടല്ല. ഇത് സത്യാമ്മയുടെ തെറ്റിദ്ധാരണയാണെന്നും അതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും തന്റെ മൊബൈലിൽ അവരുടെ ചിത്രമുണ്ട് എന്നും അവരുടെ വിവാഹ ഫോട്ടോ താൻ എടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞ് കമലൻ ആ ഫോട്ടോ വേഗം തന്നെ പിള്ളച്ചേട്ടനെ കാണിച്ചു. പിള്ളച്ചൻ അതെല്ലാം കണ്ടതോടെ കമലനോട് പറഞ്ഞു, അയ്യോ കുഞ്ഞെ, അയ്യോ, ആ രണ്ടുപേരെയും ആ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും സത്യാമ്മ തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലോ. എത്രയും വേഗം കമല നീ ഈ സത്യാവസ്ഥ സത്യാമ്മയോട് തുറന്നു പറ. സത്യാമ്മയ്ക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ തനിക്ക് പേടിയാണെന്നും താൻ എങ്ങനെയാ സത്യാമ്മയ്ക്ക് അരികിലേക്ക് പോവുകയെന്നും കമൽ ഭയത്തോടെ പറഞ്ഞപ്പോ പിള്ളേച്ചൻ ആ മൊബൈൽ ഫോൺ വാങ്ങിച്ച് താൻ തന്നെ ഇക്കാര്യം സത്യാമ്മയോട് പറയാമെന്ന് പറഞ്ഞ് അതുമായി നേരെ സത്യഭാമയ്ക്ക് അരികിലേക്ക് എത്തുന്നു. സത്യാമ്മയോട് കമലൻ തന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ ഫോട്ടോ കാണിച്ച് സത്യാമ്മ ഇതൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് ആ ഫോട്ടോ വേഗം സത്യഭാമയെ പിള്ള കാണിച്ചു. സത്യാമ്മ മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയതും അതിൽ കണ്ട വിവാഹിതരായ ചന്ദ്രയുടെയും പ്രകാശിന്റെയും തൊട്ടരികിലായി ശാലിനിയും ശിവനും നിൽക്കുന്ന കാഴ്ച. അവരുടെ കയ്യിലിരിക്കുന്ന മാലയാണ് ശിവനും ശാലിനിയും ഏറ്റുവാങ്ങിയതെന്നും അത് വാങ്ങിച്ചാണ് അവരെ അനുഗ്രഹിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവരത് വാങ്ങിച്ചതാണെന്നും മാത്രം കമലം ബോധ്യപ്പെടുത്തിയതോടെ സത്യാമ്മയ്ക്ക് തനിക്ക് പറ്റിയ തെറ്റിദ്ധാരണ മനസ്സിലാവുന്നു. ഉടൻ തന്നെ ശിവനെ വിളിച്ച് സത്യാമ്മ കാര്യങ്ങൾ സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും പിള്ളാച്ചൻ ശിവനെ വിളിച്ചിട്ട് താൻ ഉടനെ തന്നെ ഇവിടേക്ക് വരണമെന്നും ഇനിയും തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ ഈ ഒരു പ്രശ്നം അത് എത്രയും വേഗം പരിഹരിക്കണമെന്നും സത്യാമ്മ ശിവനെ കാണാനായിട്ട് ഇവിടെ കാത്തിരിക്കുകയാണെന്നും അറിയിച്ചപ്പോൾ താൻ ഇനിയും അവിടേക്ക് വരുന്നില്ലെന്നും എല്ലാവരുടെയും മനസ്സിൽ തന്നെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ വീണ്ടും ഉണ്ടായതുകൊണ്ട് ഇനി ഈ ജോലിയിൽ തുടരാൻ തനിക്ക് താല്പര്യമില്ല എന്നതുമായിരുന്നു ശിവന്റെ മറുപടി. അപ്പോഴാണ് രാഘവേട്ടൻ പുറത്തേക്ക് പോയിട്ടും ഇതുവരെയായിട്ടും മടങ്ങി എത്തിയിട്ടില്ല എന്നുള്ള വിവരം അറിയുന്നത്. ഇതിനിടയിലാണ് ജഗദീപ് വിവരങ്ങളൊക്കെ വിളിച്ച് ശാലിനിയോട് അറിയിച്ചത്. വീണ്ടും ഉപേന്ദ്രന്റെയും സുസ്മിതയുടെയും കെണിയിൽ അകപ്പെട്ടു പോയ രാഘവൻ നായരുടെ പ്രവൃത്തിയെക്കുറിച്ച് അറിയുന്ന ശാലിനി ഉപേന്ദ്രൻ കരുതിക്കൂട്ടി ചതിക്കണിയുമായിട്ടാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നതെന്നുള്ള സത്യം ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ ഞാൻ സത്യാമ്മയെ ബോധ്യപ്പെടുത്തുമെന്നും സത്യാമ്മയോട് താനിത് പറയുമ്പോൾ അല്ലെങ്കിൽ തന്റെ വാക്കുകൾ കേൾക്കാൻ പോലും സത്യാമ്മ തയ്യാറാകുന്നില്ലല്ലോ എന്ന നിരാശ ശാലിനിയുടെ മനസ്സിലുണ്ടാകുമ്പോഴേക്കും സത്യാമ്മ ശാലിനിയെ വിളിക്കുന്നു. തനിക്ക് അബദ്ധം പറ്റിയതാണെന്നും ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ താൻ തെറ്റിദ്ധരിച്ചു പോയതാണെന്നും അത് ക്ഷമിച്ചു കളഞ്ഞേക്കാൻ ശാലിനിയോട് സത്യാമ്മ അറിയിക്കുന്നതോടെ രാഘവൻ നായർക്കെതിരെയും തന്റെ കുടുംബത്തിനെതിരെയുമുള്ള ഉപേന്ദ്രന്റെ നീക്കങ്ങളെക്കുറിച്ച് ശാലിനി സത്യാമ്മയോട് അറിയിക്കുന്നു.